ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ പാർട്ട് 3 ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ച് വെറൈറ്റി ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസസ് 5, 7, 9 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 140. ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട് 5, 7, 9. ഈ 140 എന്ന് പറഞ്ഞ സംഖ്യ ലഭിക്കാൻ ഈ 5, 7, 9 എന്ന സമാന്തര ശ്രേണി, അതാണ് അരിത്തമാറ്റിക് സീക്വൻസ്, ഇതിൻ്റെ കൂടെ എത്ര പദങ്ങൾ കൂട്ടണം? എത്ര പദങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് n ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. അതായത് ഇവിടെ സീക്വൻസ് എന്ന് തന്നേക്കുന്നത്, സീക്വൻസ് എന്ന് പറഞ്ഞേക്കുന്നത് 5, 7, 9 ആണ്. ഇതിലെ ഫസ്റ്റ് ടേം അതായത് ചിലർ എഫ് എന്ന് എഴുതും, ചിലർ എ എന്ന് എഴുതും, എന്ത് വേണമെങ്കിൽ എഴുതാം. എഫ് എന്ന് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ടേം 5 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കറിയാം, 7 - 5 ചെയ്താലും 9 - 7 ചെയ്താലും ഒക്കെ 2 ആണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. അപ്പോൾ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? nth ടേം ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിക്ക് നമുക്ക് 2 കൊടുക്കാം. 2n എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. എന്ന് പറയുന്നത് പദങ്ങളാണ്, അത് കണ്ടുപിടിക്കണം. പ്ലസ് എഫ് എന്ന് പറയുന്നത് 5 മൈനസ് 2. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 2n പ്ലസ് 3 എന്ന് ആൻസർ കിട്ടി. nth ടേം അഥവാ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 2n പ്ലസ് 3 എന്ന് കിട്ടി. അടുത്തത് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്താണ് അതിൻ്റെ ഫോർമുല? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ n/2 അതേപോലെ എഴുതാം. n/2 നമുക്കറിയില്ല. ഫസ്റ്റ് ടേം നമുക്കറിയാം, ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ലാസ്റ്റ് ടേം നമ്മൾ nth ടേം ഇപ്പം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? 2n പ്ലസ് 3. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ nth ടേം കണ്ടുപിടിച്ചത്. ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം എത്ര നമുക്കറിയില്ല. അപ്പോൾ nth ടേം കണ്ടുപിടിച്ചിട്ട്, ഇങ്ങനത്തെ കണക്കുകളിൽ nth ടേം കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഈ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ ഇത് എത്ര കിട്ടും? n/2 ഇൻറ്റു ഈ 5ഉം 3യും കൂട്ടിയിട്ട് പ്ലസ് ചെയ്തൂടെ. അപ്പോൾ 8 പ്ലസ് 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഓരോന്നും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ചെയ്യാം. അതായത് n/2 ഇൻറ്റു 8 പ്ലസ് n/2 ഇൻറ്റു 2n. അപ്പോൾ എത്ര കിട്ടും? ഇത് വെട്ടിപ്പോവും. 4n. അപ്പോൾ എത്ര കിട്ടും? n² പ്ലസ് 4n എന്ന് കിട്ടും. മനസ്സിലായി? ഇവിടെ 4 കിട്ടി. ഇപ്പോൾ ഇവിടെ 4n ആയി മാറി. ഇവിടെ 2n ഉണ്ട്, അതുകൊണ്ട് n² പ്ലസ് 4n എന്ന് കിട്ടും. ഇവിടെ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് നമുക്ക് കിട്ടി n² പ്ലസ് 4n. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്, അതായത് പദങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് 140 കിട്ടാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം 140 കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഉത്തരത്തിലെത്താൻ. അതായത് n² പ്ലസ് 4n എന്ന് പറയുന്നതാണ് 140 നമുക്ക് തന്നേക്കുന്നത്. ഇനി ഇവിടെ നോക്കി, ഇത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക. അതായത് 12². ഇപ്പോൾ 140യുടെ അടുത്ത് കിടക്കുന്ന ഒരു എന്താ പറയുക സ്ക്വയേഴ്സ് വരുന്നത് 140 ആണെങ്കിൽ 144 ആക്കി കഴിഞ്ഞാൽ 12² ആയിട്ടത് മാറി. അപ്പോൾ n² പ്ലസ് 4nൻ്റെ കൂടെ ഒരു പ്ലസ് 4 ആഡ് ചെയ്ത് കൊടുക്കുക. 140യുടെ കൂടെ ഒരു പ്ലസ് 4 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? n² പ്ലസ് 4n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 144. ഇത് എന്തിനാണ്? 12 ഇൻറ്റു 12 ആണ് 144 കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? n² പ്ലസ് 4n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 144. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ a+b² ഫോർമുലയാണ് ഈ സംഭവം എടുക്കുന്നത്. അപ്പോൾ n+2² ഈസ് ഈക്വൽ ടു 144. n+2 എന്ന് പറയുന്നത് √144 ആണ്. n+2 എന്ന് പറയുന്നത് 12 ആണ്. 144 എന്ന് പറയുന്നത് 12 ഇൻറ്റു 12 ആണ് 144. അപ്പോൾ n കാണാൻ എങ്ങനെയാണ്? 12 ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. n ഈസ് ഈക്വൽ ടു
10. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് അഥവാ n എന്ന് പറയുന്നതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണ്? 10 ആണ് ഇവിടുത്തെ ആൻസർ. ഇത് ഒരേ ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ അരിത്തമാറ്റിക് സീക്വൻസ് വരുമ്പോൾ nth ടേം കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞ് സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 144 സ്ക്വയേഴ്സിന് നമുക്ക് എന്താ പറയുക, റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണ വിധത്തിൽ നമ്മളതിനെ മാറ്റാം, n കണ്ടുപിടിക്കുക. എല്ലാ ക്വസ്റ്റിനും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഒരു മോഡൽ പഠിച്ചു വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ കിട്ടും. ക്വസ്റ്റ്യൻ നോക്കി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു ഐസോസെലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റും ബേസിനെ കുറിച്ചൊരു കോൺസെപ്റ്റ് തന്നിട്ടുണ്ട്. ബേസിനേക്കാളും ഹൈറ്റ് എന്ന് പറഞ്ഞത് 2 മീറ്റർ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹൈറ്റ് ബേസിനേക്കാളും 2 മീറ്റർ കുറവാണ്. ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട് 12 സ്ക്വയർ മീറ്റർ. അങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, 2 സൈഡിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ സമതല ത്രികോണം എന്ന് പറയും. അതായത് 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഇവിടെ ബേസും ഹൈറ്റും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിനെ എന്താക്കി എടുക്കാം? എക്സ് ആക്കി എടുത്തു. ബേസിനെ നമ്മൾ എക്സ് ആക്കി എടുത്തു. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് എന്ന് പറഞ്ഞത് ബേസിനേക്കാളും 2 മീറ്റർ കുറവാണെന്നാണ്. അപ്പോൾ x-2 എന്നെടുത്തു. ഇനി ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഈ സംഭവത്തിന് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്? ഇതിൻ്റെ ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, എന്നാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ഇൻറ്റു എക്സ് ആക്കി എടുത്തു ഇൻറ്റു x-2. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇനി എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x-2. നമ്മൾ ഇതിനെ ഇവിടെ നിർത്തി. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇനി ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 12 സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം 12 സ്ക്വയറും വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതായത് ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x-2 എന്ന് പറയുന്നത് 12 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എക്സ് ഇൻറ്റു x-2നെ ഇവിടെ നിർത്തിയിട്ട് ഈ 2 ഡിവൈഡഡ് ബൈ 2 ആയതുകൊണ്ട് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 2 ആവും. അപ്പോൾ എക്സ്, ഈ എക്സിന് ഇങ്ങോട്ട് ചെയ്യുക, എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് 2x ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x ഈസ് ഈക്വൽ ടു 24. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക. 24ൻ്റെ അടുത്ത് കിടക്കുന്നത് 25 ആണ്. അപ്പോൾ 5ൻ്റെ സ്ക്വയറാണ്. 5 ഇൻറ്റു 5 25. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു +1 ആഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും 24 + 1. ഇപ്പോൾ 2 സൈഡിലും +1 ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മളിത് ചെയ്യുമ്പോൾ a-b² ഫോർമുലയിൽ വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? x-1² ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. ഇത് a-b² ഫോർമുലയിൽ ആയതുകൊണ്ടാണ് ഇവിടെ x-1² എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? x-1 സ്ക്വയർ മാറ്റാൻ വേണ്ടിയിട്ട് 25ൻ്റെ അവിടെ റൂട്ട് ഇട്ട് കൊടുക്കുക. x-1 ഈസ് ഈക്വൽ ടു 5 അല്ലേ? റൂട്ട് 25 എന്ന് പറയുന്നത് 5 ആണ്. എക്സ് എന്ന് പറയുന്നത് 5. -1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +1 ആവും. എക്സ് ഈസ് ഈക്വൽ ടു 6 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ബേസ് ആണ്. ബേസിനാണ് നമ്മൾ നേരത്തെ എക്സ് എന്ന് എടുത്തേക്കുന്നത്. എക്സ് 6 ആണെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞത് നമുക്കറിയാം ബേസിനേക്കാളും 2 മീറ്റർ കുറവാണ്. സോ x-2 ഈസ് ഈക്വൽ ടു 6-2 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 4 മീറ്റർ 6 മീറ്റർ. അപ്പോൾ ഇവിടെ ബേസും കിട്ടി, ഹൈറ്റും കിട്ടി. ഇനി നമ്മളോട് ലെങ്ത് ഓഫ് ദ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? ബൈ യൂസിങ് പൈതഗോറസ് തിയറം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ പഠിച്ചിരുന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആൻസർ കിട്ടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് എത്ര കിട്ടി? ബേസ് 6 മീറ്റർ ആണെന്നും കിട്ടി,
ഹൈറ്റ് ബേസിനേക്കാളും കുറവായ 2 മീറ്റർ കുറവാണ്. സോ 4 മീറ്റർ എന്നും കിട്ടി നമുക്കിവിടെ. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് ഇതിന് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് നമുക്കറിയാം 4 കിട്ടി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബേസ് നമുക്ക് 6 ആണെന്ന് കിട്ടി. ഈ സൈഡും ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അതാണ് സമതല ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു സൈഡ് കിട്ടി കഴിഞ്ഞാൽ ഇത് 5 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ 6നെ 2ആക്കി, ബേസ് 6 ആണല്ലോ, അപ്പോൾ ഇതിനെ 2ആക്കി തിരിക്കും. ഒന്ന് ഇവിടെ 3 ഇവിടെ 3 ഇട്ട് കൊടുക്കും. അങ്ങനെ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ വെച്ചിട്ട് തന്നെ നമുക്ക് അതർ സൈഡ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ യൂസിങ് പൈതഗോറസ് തിയറം. നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതായത് അതർ സൈഡ് എന്ന് പറയുന്നത് ബേസ് നമുക്ക് കിട്ടി 3 ആണെന്ന് കിട്ടി, ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടി. നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബേസ് എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, ഹൈറ്റ് 4 ആയിട്ട് വരും. അപ്പോൾ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 പ്ലസ് 16. ഈ എച്ചിൻ്റെ സ്ക്വയർ കളയാൻ വേണ്ടി എന്ത് ചെയ്യും? എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 9 പ്ലസ് 16. എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 25. എച്ച് എന്ന് പറയുന്നത് 5 ആണ്, 5 മീറ്റർ ആണ്. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ 5 കിട്ടി. അപ്പോൾ ഈ സൈഡും എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതർ സൈഡ്സ് എന്ന് പറഞ്ഞത് രണ്ടും എത്രയായിരിക്കും? 5 ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണം. ഈ ക്വസ്റ്റ്യൻ 2023 SLC ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഷുഡ് ബി ആഡഡ് ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2xൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ പ്ലസ് 2xൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. അതായത് x+1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുത്താലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 15 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ റെപ്രസെൻറ്റഡ് ബൈ എക്സ്. ഇവിടുത്തെ നാച്ചുറൽ നമ്പർ എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 15. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 15ൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി അതിന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ആൻസറിലേക്ക് എത്താം. അതായത് 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ 16, 4 × 4 16 ആണ്. അപ്പോൾ 16 വെച്ചിട്ട് ചെയ്യാൻ നമ്മൾ +1 ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 രണ്ട് സൈഡിലും 1 ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 15 + 1 അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 16. ഇവിടെ a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. സോ x+1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് 16. ഇനി സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് x+1 ഈസ് ഈക്വൽ ടു റൂട്ട് 16 എഴുതി. x+1 ഈസ് ഈക്വൽ ടു റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ്. x ഈസ് ഈക്വൽ ടു 1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 4 - 1 അതായത് x ഈസ് ഈക്വൽ ടു 3 എന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.